ഹൃദയമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് മരണപ്പെട്ട ദുർഗാകാമിയുടെ പൊതുദർശനം രാവിലെ 9:30 മണി മുതൽ കളമശ്ശേരി മണ്ണോപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. 12 മണിയോടെ കളമശ്ശേരിയിലെ സഭാ സെമിത്തേരിയിലാണ് സംസ്കാരം. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിനെ, ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് ഹൃദയമാറ്റൽ ശസ്ത്രക്രിയയൊക്കെ നടത്തിയതായിരുന്നു ദുർഗാകാമിക്ക്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സങ്കടകരമെന്ന് പറയട്ടെ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഈ മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാട് മുഴുവൻ വലിയ പ്രാർത്ഥനയോടുകൂടിയും ഒപ്പം തന്നെ വലിയ സന്തോഷത്തോടു കൂടിയുമാണ് ദുർഗാകാമിയുടെ ശസ്ത്രക്രിയയുടെ വാർത്ത കേട്ടത്. കാരണം ഒന്ന്, രാജ്യത്ത് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഒരാളെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഇതെല്ലാം സന്തോഷത്തോടു കൂടിയായിരുന്നു എല്ലാവരും കേട്ടത്. കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതിയായിരുന്നു ദുർഗാകാമിയുടെ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ശ്വാസകോശ സംബന്ധമായ രോഗം ദുർഗാകാമിക്ക് മൂർച്ഛിക്കുകയായിരുന്നു. 10:05 ദുർഗാകാമി മരിച്ചു. ദുർഗാകാമിയുടെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ദുർഗാകാമിയുടെ മൃതദേഹം രാവിലെ 9:30 കളമശ്ശേരി കുസാറ്റിനടുത്തുള്ള മണ്ണോപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ കൊണ്ടുപോകും. അവിടെ അരമണിക്കൂറോളം മൃതദേഹം വയ്ക്കും. തുടർന്ന് 10 മണിയോടുകൂടി തൊട്ടടുത്തുള്ള സഭയുമായി ബന്ധപ്പെട്ട പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ വെച്ച് ശുശ്രൂഷകൾ നടത്തും. 12 മണിയോടുകൂടി സഭാ സെമിത്തേരിയിലേക്ക് മൃതദേഹം മാറ്റും. പിന്നീട് 12:30 സംസ്കാരം നടത്തുക. ദുർഗാകാമിക്ക് ഒരു സഹോദരൻ മാത്രമാണുള്ളത്. നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല എന്ന് അദ്ദേഹം അധികൃതരെ അറിയിച്ചു. മാത്രമല്ല, ദുർഗാകാമിയുടെ മൃതദേഹം ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ സംസ്കരിക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതേ തുടർന്നായിരുന്നു കളമശ്ശേരിയിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ദുർഗാകാമിയുടെ സഹോദരിയും ഒപ്പം തന്നെ മാതാവും മരണപ്പെട്ടത് ഇതേ രോഗം തന്നെ ബാധിച്ചായിരുന്നു. ദുർഗാകാമിയുടെ ഹൃദയം കട്ടിവയ്ക്കുന്ന രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രോഗം ബാധിച്ചു തന്നെയായിരുന്നു അമ്മയും സഹോദരിയും മരണപ്പെട്ടത്. തുടർന്ന് നേപ്പാൾ സ്വദേശിനിയായിട്ടുള്ള സങ്കടകരമായ വാർത്തയാണ് ദുർഗാകാമിയുടെ വിയോഗം. ദുർഗാകാമിയുടെ മറ്റ് കർമ്മങ്ങളൊക്കെ പൊതുദർശനം 9:30 മണി മുതലാണ്. മറ്റ് അന്ത്യകർമ്മങ്ങളും 12 മണിയോടുകൂടി നടക്കുമെന്നാണ് സഹിൻ ആന്റണി പറഞ്ഞത് കൊച്ചിയിൽ നിന്ന്.